ഹായ് ഓൾ, പ്ലസ് ടു കഴിഞ്ഞ് ഇനി ഏത് കോഴ്സ് ചൂസ് ചെയ്യുന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് ഒരു നോർമൽ കോളേജിൽ, ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഡിഗ്രിക്ക് പോകാന്നുള്ള ഒരു ഉറപ്പോട് കൂടി ഇരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ എന്തായാലും കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അഥവാ CUET കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മളെ ഇന്ത്യയിൽ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലേക്ക് അതാ UG അഡ്മിഷൻ നടക്കുന്നത് ഇപ്പം CUET എൻട്രൻസ് വഴിയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പേര്. നീറ്റ് എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന അതേ ഏജൻസി ആയിട്ടുള്ള NTA തന്നെയാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നീറ്റ് എക്സാം എഴുതിയത് 23.5 ലക്ഷം പേരാണെങ്കിൽ CUET എൻട്രൻസ് എക്സാം എഴുതിയത് 13.5 ലക്ഷം പേരാണ്. സോ അത്രയേറെ ഇമ്പോർട്ടൻസ് ഇന്ത്യയിൽ ഇപ്പം CUET എൻട്രൻസ് എക്സാമിനുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ള സെയിന്റ് സ്റ്റീഫൻസ്, മിറാണ്ട കോളേജ്, അതാ ഹിന്ദു കോളേജ്, ഗാർഗി കോളേജ് ഒക്കെ ഈ CUET അണ്ടറിൽ വരുന്നതാണ്. അതേപോലെ നമ്മൾ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഇനിയിപ്പോൾ നിങ്ങൾ അഗ്രികൾച്ചർ നോക്കുന്നവരാണെങ്കിൽ ICAR, അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ അണ്ടറിൽ വരുന്ന കോളേജുകളിലൊക്കെയുള്ള എന്താ പറയുക ഓൾ ഇന്ത്യ കോട്ട ഫില്ലപ്പ് ചെയ്യുന്നത് ഇപ്പോൾ CUET വഴിയാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോ ക്യുഎറ്റിന് അത്രയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ മറ്റ് എൻട്രൻസുകളിൽ നിന്നും CUET ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സെക്കൻഡ് ഇയറിലെ സിലബസ് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾ +1 സിലബസ് ഇതിൽ പഠിക്കേണ്ട ആവശ്യമില്ല, +2 സിലബസ് മാത്രം പഠിച്ചാൽ മതി. പ്ലസ് കുറച്ച് എക്സ്ട്രാ ഡിലീറ്റഡ് ടോപ്പിക്കും ഉണ്ട്, അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു സിലബസിൽ പറയുന്നത്. പിന്നെ ലാംഗ്വേജ് പേപ്പറും പേപ്പർ 3യും കൂടി എഴുതണം. അതായത് മറ്റ് എൻട്രൻസുകൾ അത്ര ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു സിലബസ് അല്ല CUET ഉള്ളത്. നിങ്ങളിപ്പോൾ ഡൊമൈൻ പേപ്പറുകൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് ഇയറിലെ ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാൽ മതി. പ്ലസ് ഒരു ലാംഗ്വേജും ഒരു ജനറൽ ടെസ്റ്റും ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. പിന്നെ 50% മാർക്ക് മാത്രം മതി നിങ്ങൾക്ക് എന്താ CUET അപ്പിയർ ചെയ്യാനായിട്ട്. അതായത് ഡൊമൈൻ പേപ്പറുകളിൽ 50% മാർക്ക് +2 ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് CUET എൻട്രൻസ് എന്താ പറയുക അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഏജ് ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല. സോ എല്ലാവരും ഈ CUET എൻട്രൻസ് എക്സാമിനെ ഏറ്റവും സീരിയസോട് കൂടി എടുക്കുക. CUET എക്സാം ക്രാക്ക് ചെയ്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ UG കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് എക്സ്പോഷർ തന്നെയാണ് അല്ലേ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കുട്ടികൾ അവിടെ നിങ്ങളുടെ കൂടെ പഠിക്കും. സോ വലിയൊരു എക്സ്പോഷർ ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. രണ്ടാമത് നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ഒരു നോർമൽ കോളേജിൽ ഡിഗ്രി പഠിച്ചാൽ കിട്ടുന്നതിനെക്കാട്ടും ഏറ്റവും നല്ല പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് CUET വഴി നിങ്ങൾ എന്താ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയിലോ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. മൂന്നാമതായിട്ട് ഇത്തരത്തിലുള്ള കോളേജുകളിൽ അലൂമിനി സെറ്റപ്പിൽ എന്താ അലൂമിനി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നിങ്ങളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് എവിടെ പുറത്ത് എന്താ പറയുക PG പഠിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് PhDക്ക് പോവുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു അലൂമിനി സപ്പോർട്ടും കൂടെ കിട്ടും. ഇത് മൂന്നുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായിട്ട് നമ്മൾ പറയുന്നത് ഒരു CUET എൻട്രൻസ് എഴുതി നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ. സോ ആരും ഈ അവസരം പാഴാക്കാൻ പാടില്ല. ഇപ്പോൾ ഈ ഫെബ്രുവരി ഫസ്റ്റ് വീക്കോട് കൂടി തന്നെ 2025 CUET നോട്ടിഫിക്കേഷൻ വരും. 2025 മെയ് മാസമായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യാൻ പോവുക. സോ 2 മാസം നമുക്ക് മുന്നിലുണ്ട്. അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങളുടെ കൂടെ എല്ലാ സപ്പോർട്ടിനും റേസ് ചെയ്യേണ്ട CUET ചാനൽ, നമുക്ക് യൂട്യൂബ് ചാനലുണ്ട്, റേസ് ചെയ്യേണ്ട CUET യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ കൂട്ടുകാരിലേക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ അപ്ഡേറ്റുകളും ഏറ്റവും പെട്ടെന്ന് തന്നെ ആ ചാനൽ നിങ്ങൾക്ക് എന്താ അവൈലബിൾ ആയിരിക്കും. സോ എല്ലാവരെയും നമുക്ക് കാണാം. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും മറക്കാൻ പാടില്ല. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.